നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ടെക്സ്റ്റൈൽ ഷോപ്പില് സരയും ശാരിയും കൂടെ സംസാരിക്കുകയാണ്. ആ സമയത്ത് ശാരി സരയുവിനോട് പറഞ്ഞു, എന്ത് ചെയ്യാനാ മോളെ, നമ്മുടെ അവസ്ഥ ഇതായി പോയല്ലേ? സരയു പറഞ്ഞു, അമ്മേ, കിരണും കല്യാണിയൊക്കെ എന്നെ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനും. നമ്മൾ ഇത്ര വലിയ ദ്രോഹമൊക്കെ ചെയ്തിട്ട് അവര് എന്നെ ഏറ്റെടുത്തല്ലോ, അത് തന്നെ വലിയൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നേ. അത് കേട്ടപ്പോ ശാരി പറഞ്ഞു, മോളെ, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ആ യാമിനിയുടെ ഒരു കുത്തലുണ്ട്. രൂപയുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അതെനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട്. രൂപയ്ക്കും ചന്ദ്രസേനും ഇല്ലാത്ത വിഷമ യാമിനിക്കുള്ളത്. സരയു പറഞ്ഞു, അതിനകത്ത് ഇപ്പം നമ്മള് യാമിനി ചേച്ചിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല, രൂപാന്റിക്കും ചന്ദ്രസേനും ആങ്കിളിനും ഒക്കെ നന്നായിട്ടറിയാം ഈ പറയുന്ന നമ്മളെക്കാളും ഇരട്ടി ഭേദം യാമിനി ചേച്ചി ആയിരിക്കുന്നു. അതുകൊണ്ടല്ലോ ആണല്ലോ യാമിനി ചേച്ചി എന്ത് പറഞ്ഞാലും അവരൊന്നും മറുപടി ഒന്നും പറയാത്തേ. പിന്നെ അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, എൻ്റെ മോളെ നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ട് വരണം. അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകണം. പിന്നെ ജയിലിൽ കിടക്കുന്ന ഒരുത്തൻ ഇറങ്ങിയിട്ട് എൻ്റെ മോളാന്നും പറഞ്ഞു വരുമല്ലോ, അങ്ങനെ ഒരിക്കലും വരാനായിട്ട് പാടില്ല. അവൻ തീരണം. അവൻ തീർന്നു കഴിഞ്ഞാലോ എനിക്ക് സമാധാനം ആവുള്ളൂ. അവൻ മരിച്ചെന്നറിഞ്ഞു കഴിഞ്ഞാലോ എനിക്ക് ഇരട്ടി സന്തോഷമാവുള്ളൂ. അത് കേട്ടപ്പം ശാരി പറഞ്ഞു, മോളെ, നീ പഴയതുപോലെ ഒന്നും ഇനിയിപ്പോൾ അവനെ കൊല്ലാനൊന്നും ഇറങ്ങി പുറപ്പെടല്ല. പിന്നെ അമ്മയ്ക്ക് ഇതൊക്കെ പറയാം, എൻ്റെ മനസ്സിലെ വേദന എനിക്കും അറിയത്തുള്ളൂ. അവൻ തീർന്നു കഴിഞ്ഞാലോ എനിക്കൊരു സമാധാനം ആവത്തുള്ളൂ. എൻ്റെ മോൾക്കൊരു അവകാശം വേണ്ട. അവൻ ചെയ്ത ദുഷ്ടത്തരം കാരണം ഇന്നിപ്പം ഞാൻ ഈ വേദന അനുഭവിക്കുന്നത്. സാരല്ല, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് താഴേക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് അവരടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അപ്പം കുഞ്ഞിനെ അവിടെ ഇരുത്തിയിട്ടാ പോയത്. കുഞ്ഞിനെ മനോഹർ എടുത്തുകൊണ്ട് പോയ കാര്യമൊന്നും അവരറിയുന്നുണ്ടായിരുന്നില്ല. ശാരി കുഞ്ഞിനെ ഇരുത്തിയെടുത്തേക്ക് എന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. ആ സമയം മനോഹർ ഇത്ര പെട്ടെന്ന് സരിയും ശാരിയൊക്കെ ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ദൈവമേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു നിമിഷം മനോഹർ ഞെട്ടിപ്പോയി. ശാരി വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. പെട്ടെന്ന് ശാരി സരുവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, മോളെ, കുഞ്ഞിനെ കാണുന്നില്ല. കാണുന്നില്ലെന്നോ? അതെ, ഞാൻ ഇവിടെ ഇരുത്തിയിട്ടാ മോളുടെ ഒപ്പം ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നേ, പക്ഷെ കുഞ്ഞിനെ കാണുന്നില്ലെന്ന് പറഞ്ഞു. സരയു ഞെട്ടിപ്പോയി. ആകെപ്പാട് ടെൻഷനോട് കൂടിയിട്ട് സരയു ശാരിയും കൂടെ അവിടെ നോക്കാനായിട്ട് തുടങ്ങി. പക്ഷെ അവിടെയും കാണാതെ ഒന്നിഞ്ഞപ്പത്തിന് അവർക്ക് ടെൻഷനായി. ഈ സമയത്ത് മനോഹർ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ മോളെ എടുത്തെടുത്ത് തന്നെ കൊണ്ടേ ഇരുത്തുവാണ്. അവിടെ ഇരുത്തിയിട്ട് മനോഹർ പെട്ടെന്ന് പുറത്തേക്ക് കിടന്നു. മനോഹറിന് മനസ്സിലായി ഇനിയിപ്പോൾ അവിടെ നിന്നാൽ ശരിയാകത്തില്ലെന്ന്. ഈ സമയത്ത് സരി ഒന്ന് ശാരിയോട് പറഞ്ഞു, എൻ്റെ മോളെ എവിടെയെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ലേ മോളെ നോക്കണമെന്ന്. അല്ല, മോള് തന്നെയല്ലേ പറഞ്ഞ് ഇവിടെ ഇരുത്താൻ പറഞ്ഞേ. അത് പിന്നെ അമ്മ എപ്പോഴും പറയും എൻ്റെ മോളെ എടുത്ത് കഴിയുമ്പോൾ കൈവേദനയെന്ന്. അതുകൊണ്ടല്ലേ പറഞ്ഞ് ഇവിടെ ഇരുത്താൻ പറഞ്ഞേ. എൻ്റെ മോളെ അമ്മയ്ക്ക് എടുത്തുകൊണ്ട് നടക്കുന്ന ഇഷ്ടമില്ല. പക്ഷെ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ, അവൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല. അത് കേട്ടപ്പോൾ ശാരൂർ ഇങ്ങനൊന്നും പറയില്ല, നമുക്ക് നോക്കാന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മോളെ അന്വേഷിച്ച് ഓരോ സെക്ഷനോട് കയറി ഇറങ്ങി നടക്കുവാണ്. പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല. ഒടുവിൽ ബില്ലിംഗ് കൗണ്ടറിന് അടുത്തേക്ക് വന്നു. മോളെന്നും പറഞ്ഞ് കരഞ്ഞോണ്ടാ വരുന്നത്. ആ സമയത്ത് സാക്ഷിരുന്ന ആൾ ചോദിച്ചു, എന്ത് പറ്റി മാടെന്ന് ചോദിക്കണം. എൻ്റെ മോളെ കാണുന്നില്ല. അല്ല, മാടത് മുമ്പ് എടുത്തോണ്ട് പോയ ആ കുട്ടി എടുത്തോണ്ട് ഒരു സാറ് ഇവിടെ നടക്കുന്നത് കണ്ടായിരുന്നല്ലോ എന്ന് പറയണ. സാറോ? ഏത് സാറ്? ഞാൻ കരുതി മാഡത്തിന്റെ ബന്ധു ആരും ആയിരിക്കുമെന്ന്. ബന്ധുവോ? ഞങ്ങൾ രണ്ടുപേരും തനിച്ചാ വന്നേന്ന് പറയണ. ദൈവമേ, ഇനിയിപ്പോൾ ആരെങ്കിലും എടുത്തോണ്ട് പോയത് എൻ്റെ കുഞ്ഞിനെ. ഇനി വല്ല കുട്ടികളെ കൊണ്ടുപോകുന്ന ആൾക്കാരാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നില്ല. ആ മോളാണെങ്കിൽ കരയുന്നൊന്നുമില്ല, നല്ല സ്നേഹത്തോട് കൂടിയിട്ടാ ആ സാറിനോടൊപ്പം നിന്നേന്ന് പറയണം. അപ്പൊ ആരായിരിക്കും അങ്ങനെ? ആകെപ്പാടെ വെപ്രാളമായിപ്പോയി. ആ സമയത്ത് അകത്തുനിന്ന് അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, അതെ, മാഡത്തിന്റെ മോൾ അവിടെ ഉണ്ടെന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കുഞ്ഞിരിക്കുന്ന കണ്ടു. ഇരുത്തിയുടെ തന്നെ ഇരിക്കുന്ന കണ്ടു. മോളെന്നും പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി സരിയും മോളെ എടുത്ത് കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ വെക്കുവാണ്. പിന്നീട് ആ സ്റ്റാഫിനെ വിളിച്ചു, അല്ല, ആരാ മോളെ ഇവിടെ കൊണ്ട് ഇരുത്തിയെന്ന് ചോദിച്ചു. അല്ല, അതാരാന്ന് അറിയത്തില്ല, പക്ഷേ എങ്കിൽ മോളെ ഒരു സാർ എടുത്തോണ്ട് നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടോ? നിങ്ങൾ ചോദിച്ചില്ലേന്ന് ചോദിക്കുക. അല്ല, ഞങ്ങൾ വിചാരിച്ചു അത് മോളുടെ ബന്ധുവായിരിക്കുന്നു. ഇവള് കരഞ്ഞതുമില്ല, അല്ലെങ്കിൽ സാധാരണഗതിയിലെ കുട്ടി കരയേണ്ടതല്ലായിരുന്നോ? അപ്പോഴേക്കും ശാരി പറഞ്ഞു, ചിലപ്പം കുഞ്ഞിന് ചിലപ്പം അത്ര വലിയ ഇതൊന്നും തോന്നി കാണത്തില്ല. കുഞ്ഞിന് പരിചയമുള്ള ആരെങ്കിലും അന്ന് തോന്നിക്കാണുമായിരിക്കും. അതായിരിക്കും കുഞ്ഞ് കരയാത്തെ. പേടിക്കൊന്നും വേണ്ട, അവരൊന്നും ഉപദ്രവിച്ചൊന്നും ഇല്ലല്ലോ. മോളോട് ഇഷ്ടം തോന്നി ചിലപ്പോൾ അവരൊന്നും എടുത്തായിരിക്കും. അതിനുശേഷം മോളെ ഇവിടെ വെച്ച് കാണുമായിരിക്കും എന്ന് പറയാം. സാരി പറഞ്ഞു, എന്നും പറഞ്ഞുകൊണ്ട് മോളെ എങ്ങനെ എടുക്കാൻ പാടുണ്ടോ? ഒരാളുടെ അനുമതി ഇല്ലാതെ, അവളുടെ അമ്മയുടെ അച്ഛൻ്റെ അനുമതി ഇല്ലാതെ മോളെ എടുത്തോണ്ട് അങ്ങ് നടക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ശാരി പറഞ്ഞു, പോട്ടെ, മോളെ കിട്ടിയല്ലോ, ഇനി സമാധാനപ്പെടാൻ പറയണം. അപ്പോഴേക്കും സരി പറഞ്ഞു, വാ, എത്രയും പെട്ടെന്ന് പോകാം. ബില്ലും കൊടുത്തിട്ട് പോയാൽ മാത്രം മതി. ഒരു നിമിഷത്തേക്ക് മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അമ്മയ്ക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എൻ്റെ അമ്മയാണെങ്കിൽ മോളെ എങ്ങനെ ഇരുത്തിയിട്ട് ഒരിടത്തേക്കും പോകത്തില്ല. അത് കേട്ടപ്പോൾ ശാരിക്കൊരു വിഷമായിപ്പോയി. കാരണം സ്വന്തം അമ്മയും
ഇപ്പൊ തന്നെയും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇവള് കമ്പയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓർത്ത് കഴിയുമ്പത്തേനും വിഷമ. ഇവൾക്ക് വേണ്ടിയിട്ടാണല്ലോ താൻ ഇത്രയും കാലം ജീവിച്ചേ. എന്നിട്ടോ ഇവളിപ്പം തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു സങ്കടം. പിന്നെ ശാരി കൂടുതലൊന്നും പറയാൻ പോയില്ല. അതേ സമയത്ത് മനോഹർ കുഞ്ഞിനെ കുറിച്ച് തന്നെ ചിന്തിച്ചോണ്ടാ പോന്നെ. കുറച്ച് സമയത്തെങ്കിലും തന്റെ കുഞ്ഞിനെ തനിക്കൊന്ന് എടുക്കാനും കൊഞ്ചിക്കാനും ഒക്കെ പറ്റിയല്ലോ എന്തൊരു ചിന്തയായിരുന്നു മനോഹറിന്റെ മനസ്സിൽ. ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് സരിയും ശാരിയും കൂടെ. ശാരി സരിവിനോട് പറഞ്ഞു, എന്നാലും ആരായിരിക്കും മോളെ കുഞ്ഞിനെ വന്നെടുത്ത്? ഒന്നും മനസ്സിലാവുന്നില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സരി പറഞ്ഞു, ആരാ എന്താന്നും അറിയത്തില്ല, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അമ്മ ഒരു കാര്യം ചെയ്യേ, കുഞ്ഞിനെ കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോളാൻ പറയണം. അല്ല മോളെ, നീ ഇതെങ്ങോട്ടാ പോന്നേ? അതെങ്ങോട്ടാന്ന് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി. പിന്നെ ഒരു കാര്യമുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ നോക്കണം മര്യാദയ്ക്ക്. എന്റെ അമ്മയാണെങ്കിൽ കുഞ്ഞിനെങ്ങനെ അവിടെ ഇവിടെ ഇട്ടിട്ട് നടക്കത്തൊന്നുമില്ല. എന്റെ അമ്മ നോക്കുന്ന പോലെ തന്നെ കുഞ്ഞിനെ നോക്കണം. അതുപോലെ തന്നെ അങ്കിളും ആന്റിയും ഒക്കെ ആണെങ്കിൽ പൊന്നു പോലെ തന്നെ കുഞ്ഞിനെ നോക്കുന്നേ. പക്ഷെ അമ്മയ്ക്ക് അതിനൊന്നും സാധിക്കില്ലല്ലോ, അമ്മയ്ക്ക് അതിന് സമയമില്ലല്ലോ. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ശാരി വെച്ചു. പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മാത്രം മതി. കുഞ്ഞിനെ നോക്കണം. കുഞ്ഞിനെ അവിടെ തിണ്ണയിലും ഹാളിലും ഒന്നും ഇരുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയൊന്നും ചെയ്യരുത്. എപ്പോഴും കുഞ്ഞിന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു. അല്ല മോളെ എവിടെയാന്ന് പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറയണം. അങ്ങനെ മോളെ അങ്ങോട്ട് കൊടുത്തു. മോളെ അങ്ങോട്ട് കൊടുത്തിട്ട് സരി അങ്ങോട്ടേക്ക് പോവാണ്. ശാരിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവള് പറയുന്ന ഇപ്പൊ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അവളുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്തകളാന്ന് ശാരിക്ക് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കിരണും ബൈജും കൂടെ കാറിൽ പോവാണ്. അപ്പോഴാണ് ബൈജു പറയുന്നത്, ഇതെങ്ങ് നോക്ക്, ആ വഴി സൈഡ് നിൽക്കുന്ന അത് മനോഹറല്ലേന്ന് ചോദിക്കണം. അപ്പൊ ഒരു ബൈക്ക് സൈഡിൽ ഒതുക്കി നിർത്തി മനോഹർ അവിടെ നിൽക്കുന്ന കാഴ്ച ബൈജു കണ്ടു. പെട്ടെന്ന് അവരും കാറ് കൊണ്ടുവന്ന് അവിടെ നിർത്തി. ശരിയാണല്ലോ നീ പറഞ്ഞെന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ കാറിൽ നിന്ന് ഇറങ്ങി മനോഹറിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് മനോഹറിനോട് ചോദിച്ചു, നീ എന്താടാ പരോളിന് ഇറങ്ങിയത്? ഞാനിന്ന് ഇറങ്ങിയതേ ഉള്ളൂ സാറേ. ഇറങ്ങി കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഈ ബൈക്ക് എടുത്തോണ്ട് നേരെ സാറിന്റെ വീട്ടിലേക്കോ പോയത്. എന്റെ വീട്ടിലേക്കോ? അതെ, മോളെ ഒന്ന് കാണാൻ വേണ്ടി പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ കാഴ്ച കാണുന്നേ, മോളെയും കൂട്ടിക്കൊണ്ട് സരിയും അതുപോലെ തന്നെ ശാരി ആന്റിയും കൂടെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോകുന്ന കാഴ്ച കണ്ടേ. എന്നിട്ടോ ഞാൻ അവരുടെ പിന്നാലെ പോയി. എനിക്ക് എൻ്റെ മോളെ കാണാതിരിക്കാൻ പറ്റില്ലോ, അതുകൊണ്ട് ഞാൻ അവരുടെ പിന്നാലെ പോയി. എടാ, അതൊക്കെ അപകടമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ മോളെ കാണാനായിട്ട്? നീ പോവരെന്ന് പറഞ്ഞിട്ടോളല്ലേ. എങ്ങാനും അവരുടെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ മോളെ കാണാതിരിക്കാൻ പറ്റില്ല സാറേ. ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണും സെറ്റിയ സമയത്ത് ഞാൻ മോളെ എടുത്ത് കൊഞ്ചിച്ചു. പിന്നെ മോളെ കാണുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അവരന്വേഷിച്ച് വരേണ്ട സമയത്ത് യഥാസ്ഥാനത്ത് കുഞ്ഞിനെ വെച്ചിട്ട് ഞാൻ അവിടുന്ന് കടന്നു കളഞ്ഞെന്ന് പറയണം. ബൈജു ചോദിച്ചു, ഇപ്പോഴും ആ പഴയ തരികിടപ്പണിയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല ബൈജു, എനിക്കിപ്പോൾ ആ പഴയ തരികിടപ്പണിയൊന്നുമില്ല. എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണമെന്ന് മാത്രം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ സാറേ. എനിക്ക് സാറിനോടൊരു അപേക്ഷയുണ്ട്. പോകുന്നതിന് മുമ്പ്, ജയിലിലേക്ക് തിരികെ പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ കൺമണി മോളെ ഒരിക്കൽ കൂടെ കാണണം. കിരൺ പറഞ്ഞു, അതെങ്ങനെ സാധിക്കൂടാ, അറിയാലോ. ഒരു കാരണവശാലും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാറേ. എനിക്ക് എൻ്റെ മോളെ കണ്ടിട്ട് മരിച്ചാലും കുഴപ്പമില്ല. സാറിയോ എന്നെ കൊന്നോട്ടെ, ഇനി മോളെ കാണാൻ പോകുന്ന സമയത്ത് ഞാൻ അവളുടെ മുന്നിൽ നിന്ന് കൊടുക്കത്തുള്ളൂ. പക്ഷേങ്കിൽ ജയിലിൽ വെച്ച് സരുവിൻ്റെ അച്ഛൻ രാഹുൽ എന്നെ പലതവണ കൊല്ലാൻ ശ്രമിച്ചു. ഈ തവണ അയാൾക്കിട്ട് ഞാൻ പണിയും കൊടുത്തു. പക്ഷെ സരിവ് കൊല്ലാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവളെ എതിർക്കാൻ പറ്റില്ല. അവൾക്ക് അതിന് അവകാശമുണ്ട് സാറേ. അതുകൊണ്ടാ എനിക്കെൻ്റെ മോളെ കണ്ടേ മതിയാവുള്ളൂ. എങ്ങനെയെങ്കിലും ഒരു പ്രാവശ്യം എനിക്കൊന്ന് കാണാനായിട്ടൊരു അവസരം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, നിനക്കറിയാലോടാ. എനിക്കറിയാം സാറേ കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു കാര്യമുണ്ട് സാറേ, ഗംഗാപ്രസാദ് പുറത്തിറങ്ങി നടക്കുമല്ലേ, അവൻ്റെ പെങ്ങളുടെ കല്യാണം നടക്കാനും പോവാ. സൂക്ഷിക്കണമെന്ന് പറയണം. മാത്രമല്ല സാറൊക്കെ ആണെങ്കിലും ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന അപകടമാണ്. കുറച്ച് നാൾ അവന് എൻ്റെ കൂടെ അവിടെ ജയിലിലുണ്ടായിരുന്നല്ലോ. അപ്പൊ അവനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയണേ. അവൻ അപകടകാരിയാണ്. ഏത് വിധേനയും അവൻ വരും. അതുകൊണ്ട് സൂക്ഷിക്കുന്നത് നല്ലതാ. എപ്പോഴെങ്ങനെ അപകടമൊന്നും വരുന്നതെന്നും പറയാൻ പറ്റില്ല. അവൻ അത്രയ്ക്ക് വലിയ ഫ്രോഡാണ്. അവനിനി ജീവിതമില്ലെന്ന് വിചാരിച്ച് നടക്കുന്നവനാ. അവനിനി പോവാനായിട്ടൊന്നുമില്ല. പക്ഷെ സാറിൻ്റെ കാര്യം അതല്ല. ഒന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് മനോഹർ ബൈക്കിൽ കയറി അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും കിരണിനോട് ബൈജു പറഞ്ഞു, കേട്ടില്ല അവൻ പറഞ്ഞത്? അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ ബൈജു, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? അവൻ അപകടകാരിയാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നോക്കട്ടെ എന്താന്നൊക്കെ നോക്കട്ടെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ പോയി. അതേസമയം സരു ജയിലിലേക്ക് വരുവാണ്. ജയിലിലേക്ക് രാഹുലിനെ കാണാനായിട്ട് വരുന്നേ. അങ്ങനെ രാഹുൽ വന്നു കഴിഞ്ഞപ്പത്തിന് സരു ചോദിച്ചു, അവനിവിടെ ഉണ്ടോ, മനോഹർ ഉണ്ടോ എന്ന് ചോദിക്കണം. അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു, മോളെ അവനിവിടെ ഇല്ല, അവൻ പരോളിന് ഇറങ്ങിയെന്ന് പറയണം. പരോളിന് ഇറങ്ങിയെന്നോ? അതെ, പരോളിന് ഇറങ്ങി. അവനെ ഇവിടെ 1-2 വട്ടം ഞാൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് സാധിച്ചില്ല. അവന് എന്നെ അടിക്കുകയൊക്കെ ചെയ്തു മോളെ. പണ്ടത്തെ പോലൊന്നുമല്ല, അവൻ അപകടകാരിയായി മാറിക്കൊണ്ടിരിക്കുക. സൂക്ഷിക്കണമെന്ന് പറയാണ്. സരേ പറഞ്ഞു, ഓഹോ, അപ്പൊ അങ്ങനെയല്ല കാര്യങ്ങൾ. അവൻ പുറത്തുണ്ടല്ലേ അച്ഛാ. അവന് അകത്തേക്ക് വരുവാണെങ്കിൽ അവനെ തീർത്തോണം. ഇനി ഇപ്പൊ ഒന്നും നോക്കരുതെന്ന് പറയണം. രാഹുൽ പറഞ്ഞു, മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് മോളെ. എന്നെ കൊണ്ട് പറ്റുന്നതോടെ ഞാൻ അവനെ തീർക്കും. സരേ പറഞ്ഞു, എൻ്റെ കയ്യിലെങ്ങാനും അവനെ കിട്ടുവാണെങ്കിൽ അവനെ പിന്നെ ഞാൻ വെച്ചേക്കത്തില്ല.
കണ്ടു, അധികം വൈകാതെ അവനെ തീർക്കും. എങ്കിൽ മാത്രമേ ഇനി എനിക്കൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു. രാഹുൽ പറഞ്ഞു, മോളെ നീ അപകടമൊന്നും ചെയ്തു വെക്കരുത്. കാരണം അവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവനെ ഞാൻ തീർത്തോളാം എന്ന് പറയണം. ഞാൻ നോക്കട്ടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം ഞാൻ ചെയ്യും എന്നും പറഞ്ഞിട്ട് സരിയോ അങ്ങോട്ടേക്ക് പോകുമ്പോൾ രാഹുൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.